Hello guys, welcome to AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും OnePlus എന്നുള്ള കമ്പനിയെക്കുറിച്ച് അറിയാം. OnePlus എന്ന് പറയുന്നത് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഹൈ എൻഡ് ഫോണുകൾ ഏകദേശം 30,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോണുകളുടെ വിൽപ്പന എടുത്താൽ OnePlus എന്നുള്ള കമ്പനി പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഇന്ത്യയുടെ സാഹചര്യം എടുക്കുമ്പോൾ. ഏതായിരുന്നാലും ഈ OnePlusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതായത് OnePlus 70 എന്നുള്ള ഫോൺ. ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ കണ്ടുവരുന്ന OnePlus സീരീസ് ഫോണുകളെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്, സൈഡിൽ നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം ഫ്രെയിം. അതേ രീതിയിലാണ് ഇവിടെ OnePlus 70യിലും വന്നിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഇതുവരെ ഉള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഡിസൈനിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആ ഡിവൈസിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ബാക്കിലെ ആ ക്യാമറയുടെ ഒരു ഡിസൈനാണ്. റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ ക്യാമറയുടെ ആ ഒരു ഏരിയ, ക്യാമറ മൊഡ്യൂളൊക്കെ അടങ്ങിയിരിക്കുന്ന ആ ഏരിയ വരുന്നത്. അതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിസൈനിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി. പിന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഡിസൈൻ നോക്കുമ്പോൾ ചെറിയ നോച്ചുള്ള ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ ഗൊറില്ല ഗ്ലാസ് ആണ്. പക്ഷേ ഗൊറില്ല ഗ്ലാസ് 5 ആണോ അതോ 6 ആണോ എന്ന് ഒരു കൺഫർമേഷൻ OnePlusൽ നിന്നും വന്നിട്ടില്ല. ഞാൻ OnePlusന് ഡയറക്റ്റ് ട്വീറ്റ് ചെയ്തു ട്വിറ്ററിൽ, പക്ഷേ അവരിതുവരെ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ താഴെ ഞാനത് കമൻറ്റിൽ അത് ആഡ് ചെയ്യുന്നതാണ്, ഏതാണ് ഗൊറില്ല ഗ്ലാസ് വേർഷൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ ഭാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 190 ഗ്രാമാണ് ഭാരം വരുന്നത്. അതേപോലെ തന്നെ ഫോണിൻ്റെ കട്ടിയെക്കുറിച്ച് പറയുമ്പോൾ 8.1 mm ആണ് കട്ടി വരുന്നത്. നമുക്ക് മുമ്പുള്ള OnePlus ഫോണൊക്കെ എടുത്താൽ ഏകദേശം ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഭാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ കട്ടിയെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ OnePlus 70യുടെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 6.55 ഇഞ്ച് സൈസുള്ള ഒരു ഫുൾ HD+ റെസൊല്യൂഷനിലുള്ള ഫ്ലൂയിഡ് AMOLED എന്നാണ് ഈ ഒരു ഡിസ്പ്ലേയെ OnePlus വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 90 Hz ഡിസ്പ്ലേ ആണ്. സാധാരണ ഡിസ്പ്ലേക്ക് നമ്മൾ നോക്കിയാൽ 60 Hz ആയിരിക്കും. 90 Hzലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഒന്നുകൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആവും. നമുക്ക് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് ഇറങ്ങിയ OnePlus 7 Proയിൽ ഇതേ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതായത് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആയിരുന്നു. അതേ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വിളിക്കുന്നത് ഫ്ലൂയിഡ് AMOLED എന്ന്. OnePlus 7 Proയിലും അതേ രീതിയിലായിരുന്നു വിളിച്ചിരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2400x1080 ആണ് പിക്സൽ റെസൊല്യൂഷൻ വരുന്നത്, നീളത്തിലും വീതിയിലും. അതായത് ഏകദേശം 20:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് പിക്സൽ ഡെൻസിറ്റി നോക്കുമ്പോൾ 400 മുകളിൽ പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് വേർഷനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, ഗൊറില്ല ഗ്ലാസ് 5 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഓക്കെ, പിന്നെ OnePlus പറയുന്നത് ഇതിന് വളരെ നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ HDR+ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ് ഇത് എന്നാണ് OnePlus പറയുന്നത്. വളരെ നല്ല രീതിയിലാണ് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും 90 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് OS അതേപോലെ തന്നെ യൂസർ ഇന്റർഫേസ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് Android 10 ആണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് Android 10ൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഓക്സിജൻ OS ആണ് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ്. അതിൻ്റെ വേർഷനും 10 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം OnePlus എന്നുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതും ഈ ഒരു സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ OnePlusനെ ഈ ഒരു റേഞ്ചിലൊന്നും കവച്ച് വെക്കാനുള്ള ഒരു ഫോൺ ആൻഡ്രോയിഡിൽ അവൈലബിൾ അല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് OnePlus. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൊസസ്സർ അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് Snapdragon 855+ എന്നുള്ള ഒരു പ്രൊസസ്സറാണ്. ഇതൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഈ പ്ലസ് വരാൻ കാരണം ഓൾറെഡി ഉള്ള Snapdragon 855ൻ്റെ തന്നെ അതിൻ്റെ കുറച്ചൊരു ബൂസ്റ്റഡ് വേർഷനാണ്. അതുകൊണ്ടാണ് ഈ പ്ലസ് വരാൻ കാരണം.
ഓക്കെ, ഏതായിരുന്നാലും ഇതിൻ്റെ കൂടുതൽ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ 8 കോറുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ 3 ക്ലസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്ലസ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന ഒരു കോറാണ് ഈ ഒന്നാമത്തെ ക്ലസ്റ്ററിലുള്ളത്. അതായത് 1.96 GHz മാക്സിമം സ്പീഡ് തരുന്ന ക്രയോ 485 ഗോൾഡ് കോറുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രയോ 485 ഗോൾഡ് കോറുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോർട്ടെക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. പിന്നെ രണ്ടാമത്തെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ 3 കോറുകളാണ് അതിലുള്ളത്. ഇതും ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന കോറുകളാണ്. പക്ഷേ ഈ 3 കോറുകളുടെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം 2.42 GHz സ്പീഡാണ്. ഇതും നമുക്ക് കോർട്ടെക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. അതായത് ക്രയോ 485 ഗോൾഡ് കോറുകൾ തന്നെയാണ്. പിന്നെ അടുത്ത മൂന്നാമത്തെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ 4 കോറുകളാണ്. ഇത് കുറച്ചൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കോറുകളാണ്. ഈ 4 കോറുകളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 1.78 GHz ആണ് സ്പീഡ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ക്രയോ 485 സിൽവർ കോറുകൾ, അതായത് കോർട്ടെക്സ് A55 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ ക്ലസ്റ്ററിലാണ് ഇവിടെ ഒരു ബൂസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സാധാരണ 2.84 ആ ഒരു സ്പീഡിൽ വരുന്നത് ഇവിടെ 2.96 സ്പീഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ CPU ബൂസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഈ സ്നാപ്ഡ്രാഗൺ 855+ കോറുകളുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് 7 നാനോമീറ്റർ ടെക്നോളജിയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ ഹീറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊസസ്സറാണ്. നല്ല രീതിയിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അഡ്രീനോ 640 GB ആണ് വന്നിട്ടുള്ളത്. ഇതിലും ഈ ഒരു ഗ്രാഫിക്സിലും അവർ ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ നമുക്ക് ഒരു 15% ഇൻക്രീസ്ഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തരും എന്നാണ് ക്വാൽകോം ഈ ഒരു 855 അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അവർ അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും വളരെ പവർഫുൾ ആയിട്ടുള്ള 855 ഒന്നുകൂടി പവർഫുൾ ആക്കി എന്ന് ചുരുക്കി പറയാൻ സാധിക്കും. വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് റാം മെമ്മറി കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് 2 വേരിയൻ്റ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിലും റാം എന്ന് പറയുന്നത് 8 GB ആണ്. നമുക്ക് ഇന്റേണൽ മെമ്മറി 128 GB ഇന്റേണൽ മെമ്മറി വേർഷൻ, അതുപോലെ തന്നെ 256 GB ഇന്റേണൽ മെമ്മറി വേർഷൻ, ഇങ്ങനെ 2 വേരിയൻ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ മെമ്മറി കാർഡ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. OnePlus ഫോണുകളെല്ലാം അങ്ങനെ തന്നെയാണ്. മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ ഈ ഇന്റേണൽ മെമ്മറിയുടെ ഒരു കാര്യം പറയുമ്പോൾ UFS വേർഷൻ 3 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇന്റേണൽ മെമ്മറിയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റേണൽ മെമ്മറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. OnePlus ഒരിക്കലും ബാക്കൗട്ട് നിൽക്കുന്നില്ല ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ക്യാമറയെ കുറിച്ചാണ്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഒരു ഡിസൈൻ ഒരു റൗണ്ട് ഡിസൈനാണ്. കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ ക്യാമറ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ ട്രിപ്പിൾ ക്യാമറയാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പിൾ ക്യാമറയുടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സൽ സോണി IMX586 സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് OnePlus 7 Proയിലൊക്കെ കണ്ടുവരുന്ന അതേ മെയിൻ സെൻസറാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെൻസിൻ്റെ അപ്പർച്ചർ വാല്യൂ f1.6 ആണ്. പിന്നെ ഈ സെൻസറിൻ്റെ സാധാരണ രീതിയിൽ പിക്ചർ എടുക്കുന്നത് 12 മെഗാപിക്സൽ റെസൊല്യൂഷനിലാണ്. ഈ 12 മെഗാപിക്സൽ റെസൊല്യൂഷനിൽ പിക്ചർ എടുക്കുമ്പോൾ അതിൻ്റെ പിക്സൽ സൈസ് 1.6 മൈക്രോൺ ആണ്. വളരെ നല്ല വാല്യൂ ആണ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ. പിന്നെ അടുത്തായിട്ട് രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുമ്പോൾ ഏകദേശം 117 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 12 മെഗാപിക്സൽ ടെലിഫോട്ടോ 2x ഒപ്റ്റിക്കൽ സൂം തരുന്ന ക്യാമറയാണ് വന്നിട്ടുള്ളത്. നല്ല കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ 8 മെഗാപിക്സൽ റെസൊല്യൂഷനുള്ള ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു നമുക്ക് OnePlus 7 Proയിൽ വന്നിരുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി അപ്ഡേറ്റഡ് രീതിയിലാണ് ഇതിലെ മൂന്നാമത്തെ ക്യാമറ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ മെയിൻ ക്യാമറക്ക് സാധാരണ പോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നൈറ്റ് സ്കേപ്പ് മോഡ് എന്നുള്ള ഫീച്ചർ OnePlus ഫോണുകളിലൊക്കെ കണ്ടുവരുന്നതാണ്, നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ വേറൊരു പ്രധാനമായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം വളരെ അടുത്ത് നിന്നുള്ള 2.5 സെൻറ്റിമീറ്റർ വരെ അടുത്ത് പോയിട്ട് നല്ല രീതിയിലുള്ള മാക്രോ മോഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ലെൻസ് ഒന്നും ഇല്ല, എക്സ്ട്രാ ക്യാമറ ഒന്നും വരുന്നില്ല. വൈഡ് ആംഗിൾ ക്യാമറകളിലൂടെ തന്നെയാണ് ഈ ഒരു മാക്രോ ഷോട്ട് എടുക്കുന്നത് എന്നാണ്
പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ബാക്ക് ക്യാമറ സ്പെസിഫിക്കേഷൻ. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ OnePlus 7 Proയിൽ വന്നിരുന്ന അതേ സെൻസറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് സോണിയുടെ IMX471 എന്നുള്ള ഒരു 16 മെഗാപിക്സൽ സെൻസറാണ്. വളരെ നല്ല രീതിയിൽ സെൽഫി തരാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f2.0 ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി വീഡിയോ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാമറയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 3800 mAh ബാറ്ററിയാണ് വരുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം OnePlus 7ലൊക്കെ 3700 mAh ആയിരുന്നു. അതിനേക്കാൾ ഒരു 100 mAh കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ 90 Hz ഡിസ്പ്ലേ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ചൊരു പവർ കൂടുതലായിട്ട് എടുക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3800 എന്നുള്ളത് ഒരു 4000 mAh ബാറ്ററി എങ്കിലും വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജറിനെ കുറിച്ച് പറയുമ്പോൾ വാർപ്പ് ചാർജർ 30T എന്നുള്ള 30 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. കഴിഞ്ഞ പ്രാവശ്യം OnePlus 7 Proയിൽ ഇതേ വാർപ്പ് ചാർജർ 30 ആയിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റെ അതേ സ്പെസിഫിക്കേഷനാണ് വാട്ടേജ് നോക്കുമ്പോൾ, പക്ഷേ അതിനേക്കാളും കുറച്ചൊരു നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കും എന്നാണ് OnePlus അവകാശപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് ബേസിക് സെൻസേഴ്സ് മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സാധാരണ OnePlus ഫോണുകളിൽ കണ്ടുവരുന്ന അലേർട്ട് സ്ലൈഡർ അവൈലബിൾ ആണ്, സ്റ്റീരിയോ സ്പീക്കർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക്, അതായത് സാധാരണ ഇയർഫോൺ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ട് ഇതിൽ അവൈലബിൾ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ USB Type-C പോർട്ടാണ് വരുന്നത്. USB വേർഷൻ 3.1 സപ്പോർട്ട് ചെയ്യും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, അതും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ OnePlus ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു LED നോട്ടിഫിക്കേഷൻ സംവിധാനം ഇതിലും അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ വേർഷൻ, അതായത് 8GB RAM 128GB ഇന്റേണൽ മെമ്മറി ഉള്ള വേർഷന് വില വരുന്നത് 37,999 രൂപയാണ്. പിന്നെ അടുത്ത വേർഷൻ നമുക്ക് 2000 രൂപ കൂടുതൽ വരുന്നുണ്ട്. അതായത് 8GB RAM 256GB ഇന്റേണൽ മെമ്മറി ഉള്ള ആ ഒരു വേർഷന് വില വരുന്നത് 39,999 രൂപയാണ്. അതായത് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് OnePlus 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5000 രൂപയുടെ ഒരു കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5000 രൂപ കൂടുതൽ എന്ന് പറയുന്നത് ഒരു 3000 രൂപയൊക്കെ കൂട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു OnePlus 7T എന്നുള്ള ഫോൺ ആമസോൺ മുഖേനയാണ് അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ OnePlusന്റെ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ OnePlus 7T വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ OnePlus 7Tയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.